ലോകത്ത് ഏറ്റവും വലിയ ദാഴികൾ, പ്രബോധകർ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് 5 നേരം വാങ്കുമുഴക്കുന്ന മുഅദ്ദിനുകളാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുണ്ട്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരെക്കാൾ ഏറ്റവും ഉത്തമരായി ആരാണുള്ളത്? മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഅദ്ദിനുമാരെ ചേർത്തി പറയുന്നുണ്ട്. ദിനേന നാം പള്ളികളിൽ നിന്ന് വാങ്കുലി മുഴക്കുന്നത് കേൾക്കാറുണ്ട്. ആ വാങ്കുലി കേൾക്കുന്നവർ ഒരുപാട് പുണ്യമുണ്ട്, കൊടുക്കുന്നവർക്കും അതിലേറെ പുണ്യമുണ്ട്. എന്തൊക്കെയാണ് വാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സുന്നത്തുകൾ? 5 സുന്നത്തുകൾ പ്രധാനമായും നമുക്കതിൽ നിന്ന് ലഭിക്കും. ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായ ദിനരാത്രങ്ങളാണ് നമ്മളിലൂടെ കടന്നുപോകുന്നത്. ഒറ്റ സുന്നത്തുകൾ നിസ്സാരമായി കാണാതെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഒന്നാമതായി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ യഖൂല സാമിഉ കമാ യഖൂലുൽ മുഅദ്ദിൻ. കേൾക്കുന്നവൻ വാങ്കുലി മുഴക്കുന്നവൻ പറയുന്നത് പോലെ പറയുക. ഇല്ലാ ഫീ ലഫ്ളി ഹയ്യ അലസ് സ്വലാത്തി വ ഹയ്യ അലൽ ഫലാഹ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്നതിലൊഴികെ. നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന ഒരു ക്ഷണിക്കലാണ് മുഅദ്ദിൻ ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ അതേപോലെ പറയണ്ട, മറിച്ച് നിസ്കാരത്തിലേക്ക് വരാനും വുളു എടുക്കാനും നിസ്കാരത്തിലേക്ക് നിൽക്കാനും എല്ലാത്തിനും കഴിവ് നീ തന്നാലല്ലാതെ വേറെ ഇല്ല റബ്ബേ, അതിന് എനിക്ക് നീ ശക്തി തരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഈ ആശയം കിട്ടുന്ന നല്ല മഹത്തായ ഒരു വാക്ക്, ലാത്ത പവറാണ് ആ വാക്കിന്, ഹൗഖലത്ത് എന്നാണ് പറയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഒരു ഖുവത്തും ഒരു ശക്തിയും ഇല്ല നീ എനിക്ക് തന്നിട്ടല്ലാതെ വേറെ ഒന്നുമില്ല. ഈ വാക്ക് വളരെ ശ്രദ്ധേയമാണ്, നമ്മളതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഒന്നാമത്തെ സുന്നത്ത് അതാണ്. വാങ്കുലി മുഴക്കുമ്പോൾ മുഅദ്ദിന് ഏതൊരു വാക്കാണ് ഉച്ചരിക്കുന്നത് അതേപോലെ പറയുക. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫല എന്നതിലൊഴികെ. 2 മഹാന്മാർ വിശദീകരിച്ചു, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് വാങ്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. അത് മുഴക്കുന്ന ആ സമയം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതുപോലെ പറഞ്ഞതിനു ശേഷം റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുകയാണ്. സ്വർഗത്തിലേക്ക് കടക്കാനും ദോഷങ്ങൾ പൊറുക്കാനും കിട്ടുന്ന എല്ലാ ചാൻസും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന് പറ്റിയ കാരണങ്ങളാണിതെല്ലാം. റളീതു ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ എൻ്റെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബിൽ ഇസ്ലാമി ദീന, പരിശുദ്ധമായ ഇസ്ലാം എൻ്റെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബിയെ എന്നിലേക്ക് ഞങ്ങളിലേക്ക് റസൂലായി അയച്ചതും ഏറെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വല്ലാത്ത ഒരു മുദ്രാവാക്യമാണ്. നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ പറയുക. 3ാമത്തെ സുന്നത്ത്, വാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ആ ദുആഇന്റെ മുന്നോടിയായി ഒരു സ്വലാത്ത് മുത്തുനബിന്റെ മേലിൽ ചൊല്ലുക. വലിയ ഫളലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ സുമ്മ സ്വല്ലു അലയ്യ. നിങ്ങൾ വാങ്ക് കൊടുത്തു കഴിഞ്ഞ് അത് കേട്ട് അതിന് മറുപടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിക്കോളൂ. ഫഇന്നഹു മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, എൻ്റെ മേലിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്താണ് അള്ളാഹു അവനക്ക് ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അവൻക്ക് വർഷിക്കും. എല്ലാ ജനങ്ങൾക്കിടയിലും അവൻക്ക് വലിയ സ്വീകാര്യത അള്ളാഹു നൽകും. വാനലോകത്തും ഭൂമി ലോകത്തും വലിയ സ്ഥാനം അള്ളാഹു അവനക്ക് നൽകും, ഐശ്വര്യം വർദ്ധിപ്പിക്കും എന്നൊക്കെയാണ്. അള്ളാഹുവിങ്കിൽ നിന്നൊരു സ്വലാത്ത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ല മുഅ്മിനീങ്ങളെ. വാങ്കിൻ്റെ ശേഷം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യുക. ദുആ നമുക്കൊക്കെ അറിയാം. അതാണ് 4ാമത്തെ സുന്നത്ത്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ വസീലത വൽ ഫളീല വദ്ദറജത റഫീഅ എന്ന് തുടങ്ങുന്ന ആ ദുആ വളരെ അർത്ഥവത്തായ ദുആ ആണ്. ആ ദുആ പതിവാക്കുന്നവൻക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വജബത് ലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് അവൻക്ക് നിർബന്ധമായിട്ടുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദുആ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്വന്തമായ മറ്റു ആവശ്യങ്ങൾ എന്തൊക്കെയുണ്ടോ
അതെല്ലാം സിറായിട്ട് അവനക്ക് ദുആ ചെയ്യാവുന്നതാണ്. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടക്കുള്ള ദുആഇന് വലിയ ഇജാബത്താണ്, വലിയ ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിലുള്ള സമയം ദുആഇന് പറ്റിയ സമയം, നമ്മുടെ ആവശ്യങ്ങൾ മനം നൊന്ത് റബ്ബിനോട് പറയാൻ പറ്റിയ സമയമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വിജയികളെ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. അസ്സലാമു അലൈക്കും.